ഹേ ഗൈസ്, കുറച്ച് ഫ്രൂട്ട്സും കുറച്ചധികം സമയം കിട്ടിയപ്പോൾ തോന്നിയതാണ് ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് ഉണ്ടാക്കിയാലോ. വളരെ കുറഞ്ഞ സ്റ്റെപ്സും കുറഞ്ഞ ഇൻഗ്രീഡിയൻസും ആയതുകൊണ്ട് രണ്ടാമതൊന്നും ചിന്തിക്കാൻ നിന്നില്ല, നേരെ പരിപാടിയിലേക്ക് കടന്നു. ഒരു പാക്കറ്റ് പാലും 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2-3 ഫ്രൂട്ട്സ് ഐറ്റംസും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പാക്കറ്റ് പൊട്ടിച്ച് പാലെല്ലാം കൂടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാക്കറ്റ് പാലായതുകൊണ്ട് തന്നെ തിളപ്പിച്ച് കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനിടയിൽ പാലിലേക്ക് നമ്മൾ ആവശ്യാനുസരണം കുറച്ച് പഞ്ചസാര ചേർത്തു. അങ്ങനെ ചൂടായി വന്ന പാലിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഈ പാൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡർ പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റാർഡ് പൗഡറിൻ്റെ കളർ ഇങ്ങനെ കൂടി വരുന്നത് കാണാം. ഞാനിങ്ങനെ സ്റ്റൈലാക്കി ഇളക്കുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഇളക്കിയാൽ മതി. ഇനി ഇങ്ങനെ ഇളക്കി വിട്ട കസ്റ്റാർഡ് വിത്ത് പാലിനെ നമ്മൾ ചൂടാക്കിയ പാലിലേക്ക് ഇതിങ്ങനെ കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇളക്കലാണ് മെയിൻ. ഇങ്ങനെ ഇളക്കി വരുമ്പോൾ എന്താവും, നിങ്ങളൊരു ഇളക്കൽ സ്പെഷ്യലിസ്റ്റ് ആവും. അല്ല, നമ്മൾ പാല് വിത്ത് കസ്റ്റാർഡ് കുറുകി വരും. ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കസ്റ്റാർഡിന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി വെക്കാം. നമ്മുടെ ആവശ്യത്തിന് ഫ്രൂട്ട്സ് മണികളായ ആപ്പിൾ, മുന്തിരി, പഴം, ഉറുമാമ്പഴം മുതലായവയെ കഴുകി വെട്ടി നുറുക്കി തുണ്ടമാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ആപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഈ പച്ചമുന്തിരിയെ പീസാക്കാം. ഈ കാണുന്ന മുന്തിരിനൊക്കെ വെട്ടി കഷ്ണാക്കി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മളെ മുന്തിരിയും സെറ്റാണ്. നല്ല 2 പഴങ്ങൾ തൊലിയൊക്കെ ഉരിഞ്ഞ് എന്നെ വെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പഴത്തിൻ്റെ നെഞ്ചും കൂടി തുണ്ടമാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ടാസ്ക് മക്കളെ, ഉറുമാമ്പഴം. ഉറുമാമ്പയം തൊലിക്കാൻ തുടക്കം കുറിച്ച് ബാക്കി പണിക്ക് ആളെ ഏൽപ്പിച്ച് ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് വന്നപ്പോഴേക്കും ഉറുമാമ്പയും സെറ്റ്. നല്ല ആത്മാർത്ഥമുള്ള പണിക്കാരൻ. എല്ലാവരും കൂടി അസംബ്ലിക്ക് നിർത്തിയപ്പോൾ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണും. കുറേ നേരം മുമ്പേ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞയച്ച കസ്റ്റാർഡിനെ ഇപ്പോൾ ഇവിടെ എത്തിക്കണം, എന്നാലേ ബാക്കി പണി നടക്കൂ. എന്നിട്ട് വെട്ടിക്കൂട്ടി തുണ്ടമാക്കിയ ഫ്രൂട്ട്സ് അംഗങ്ങളെ ഓരോന്നോരോന്നായി കസ്റ്റാർഡിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി മറിക്കാം. മഞ്ഞ കസ്റ്റാർഡ് വിത്ത് വെള്ളപ്പാൽ മിക്സ്ചറിലേക്ക് പല നിറത്തിലും വർണ്ണത്തിലുമുള്ള ഫ്രൂട്ട്സ് ഇടുമ്പോഴുള്ള ഒരു ഭംഗിയുണ്ട്. കാണുമ്പോൾ തന്നെ തിന്നാൻ പൂതിയാകും. പക്ഷേ കാര്യമില്ല, ഇതിന് കുറച്ച് തണുപ്പ് കൂടി കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കരുത്, നേരെ ഫ്രിഡ്ജ് തുറന്നോളൂ. നമ്മൾ ഐറ്റത്തെ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ ലോക്കാക്കി. പിന്നെ ഈ സുന്ദരന്മാരെ ഇങ്ങനെ ഒരുക്കി നിർത്തിയപ്പോൾ ഒരു ഭംഗി മാത്രമല്ല, ടേസ്റ്റും കിട്ടും. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡെസേർട്ടിന് പറ്റിയ കിഡിലം ഐറ്റം. ഇനി നമ്മുടെ ഐറ്റത്തിന് കുറച്ച് ഭംഗിയുള്ള വിഷ്വൽസ് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.